നാളെ രാജേട്ടൻ്റെയും ജാനകിയുടെയും താലികെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈക്ക് പോകാം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മകൻ്റെ മനസ്സ് ശൂന്യമായിരിക്കണം. ഒന്ന് മാത്രം ഓർത്താൽ നന്ന്. അഭി സമ്മതിച്ചാലും രാജേട്ടൻ ഒരിക്കലും നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. അമ്മേ, ഞാൻ തൻ്റെ അമ്മയെ നോക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ഹർഷന്റെ മനസ്സ് വിങ്ങി. നീ ആ കുട്ടിയോട് അത്രമാത്രം ചെയ്തിട്ടുണ്ട് മോനെ. അതും രാജേട്ടൻ്റെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് നീ. നിന്നെ ഭയന്നിട്ട് ഒരു ദിവസം മുഴുവൻ ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എല്ലാത്തിനും സാക്ഷിയായി രാജേട്ടൻ ഉണ്ടായിരുന്നു. ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഒരിക്കലും രാജേട്ടൻ അഭിയെ നിനക്ക് തരില്ല. കഴിഞ്ഞ ദിവസം മീനാക്ഷി നന്ദിനിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദിനി ഓരോന്നായി ഹർഷനോട് പറയുകയായിരുന്നു. അഭി തൻ്റെ മകളാണെന്ന് അറിയാത്ത സമയത്ത് പോലും ഹർഷനോട് രാജേന്ദ്രന് തോന്നിയ ദേഷ്യം മീനാക്ഷി വ്യക്തമായി നന്ദിനിയോട് പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പോൾ അഭി തൻ്റെ മകളാണെന്ന് കൂടി അറിഞ്ഞതുകൊണ്ട് ഹർഷന് ഒരിക്കലും അഭിയെ രാജേട്ടൻ കൈപിടിച്ചു കൊടുക്കില്ലെന്ന് നന്ദിനിക്ക് ഉറപ്പായിരുന്നു. തൻ്റെ മകൻ്റെ മനസ്സിൽ ഇനിയും അരുതാത്ത ചിന്തകൾ വരാതിരിക്കാൻ കൂടിയായിരുന്നു നന്ദിനി കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞത്. അറിയാം അമ്മേ, ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റായിരുന്നു. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കാം. അവളെ എനിക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു മോനെ. ചന്തു, രാജേന്ദ്രൻ്റെ മനസ്സിൽ ചന്തുവിന് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനമാണ്. ഞാൻ മോനോട് കൂടുതൽ പറയണ്ടല്ലോ. നന്ദിനി പറഞ്ഞതും അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ഹർഷന് വ്യക്തമായിരുന്നു. അമ്മ പറഞ്ഞില്ലെങ്കിലും അവൻ്റെ മനസ്സിൽ ചന്തുവും അഭിയും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് തന്നെയായിരുന്നു. അവിടെ തനിക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് ഹർഷൻ ഓർത്തു. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതുപോലെ ചെന്നൈയിലേക്ക് മടങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു. ദേ അമ്മേ, ഈ പൂവും കൂടി. സെറ്റ് ചെയ്ത് മുല്ലപ്പൂ ജാനകിയുടെ മുടിയിൽ ചൂടാൻ ഒരുങ്ങിയതും അഭിയെ തടഞ്ഞിരുന്നു ജാനകി. മതി മോളെ, എനിക്കെന്തോ വല്ലാതെയാകുന്നു. വല്ലായ്മയോടെ അഭിയെ നോക്കി ജാനകി. ജാനകിക്കെന്തോ ഈ വേഷത്തിലും ആഭരണങ്ങളിലും നിൽക്കുമ്പോൾ അർഹിക്കാത്തത് എന്തൊക്കെയോ താൻ ഏൽക്കുന്നത് പോലെ ഒരു തോന്നലാണ്. ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ടും ആർക്കും മാറാൻ സാധിക്കില്ലല്ലോ. അതുതന്നെയാണ് ജാനകിക്കും സംഭവിക്കുന്നത്. ആഹാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ദേ, അന്ന് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഇനി പൂർത്തീകരിച്ചോ. അഭിയെ ജാനകി തടയുന്നത് കണ്ട് അനു വേഗം അഭിയുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി ജാനകിയുടെ മുടിയിൽ ചൂടിക്കൊടുക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ട കുട്ടിയോളെ. അനുവിനെയും തടഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് ജാനകി എഴുന്നേറ്റു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതും കൂടി വെച്ചാലേ എല്ലാം ഓക്കെ ആവും. അനു തീർപ്പിച്ചു പറഞ്ഞതും വല്ലായ്മയോടെ അഭിയെ നോക്കി ജാനകി. പ്ലീസ് അമ്മേ. തന്നെ നോക്കുന്ന അമ്മയോട് അഭി കെഞ്ചി പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ ജാനകി സമ്മതിച്ചു. ഇത് മുഴുവൻ വേണ്ട, കുറച്ചു മതി. ഡൺ. സമ്മതം കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ അനു തംസപ്പ് കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം കയ്യിലുള്ള മുല്ലപ്പൂ വേഗം ജാനകിയുടെ മുടിയിൽ ചൂടിക്കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞില്ലേ? വെപ്രാളത്തോടെ മീനാക്ഷി വേഗം റൂമിലേക്ക് വന്നു. ആഹാ, ആളാകെ മാറിയല്ലോ. റൂമിലേക്ക് വന്നതും ജാനകിയെ കണ്ട് മീനാക്ഷി കണ്ണും തള്ളി നിന്നുപോയി. അത്രയ്ക്ക് മാറ്റമുണ്ട് ജാനകിക്ക്. ഡ്രസ്സിലുള്ള മാറ്റം തന്നെ ജാനകിയെ അടിമുടി മാറ്റിയതുപോലെ. പിന്നെ മാറാതെ, ഞങ്ങളല്ലേ ഒരുക്കിയത്. ജാനകിയുടെ തോളോട് കൈയിട്ടുകൊണ്ട് അനു ഗമയിൽ പറഞ്ഞതും അഭിയും ജാനകിയുടെ എതിർവശം പോയി ഗമയോടെ നിന്നു. നന്നായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ആ പഴയ ജാനകിയായി തോന്നും. ഏതോ ഒരു ഓർമ്മയിൽ മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ സമയം റൂമിലേക്ക് ഭാമയും വന്നു. എന്നാൽ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരിയെ കണ്ടതും ഭാമയിലും അതിശയമുളവായി. ഇന്നലെ കണ്ട ആളെയല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തോന്നി അവൾക്ക്. അത്രമാത്രം മാറിയിരിക്കുന്നു. പച്ചക്കരയോടുകൂടിയ സെറ്റുമുണ്ടാണ് ജാനകിയുടെ വേഷം. അതിനു മേച്ചായ ഒരു പാലക്കാമാലയും ഒരു മുല്ലമൊട്ടുമാലയും, തലയിൽ അല്പം മുല്ലപ്പൂവും. അഭിയെപ്പോലെ തന്നെ ഇടം പറ്റം മുടിയുണ്ട് ജാനകിക്കും. എപ്പോഴും അമ്മച്ചിക്കെട്ട് കെട്ടുന്നത് കൊണ്ട് അഭിയും അമ്മയുടെ മുടി അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അമ്മയുടെ മുടിയുടെ നീളവും വണ്ണവുമൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ്. കയ്യിൽ ഓരോ പാലക്കാ വളയും, നെറ്റിയിൽ ചുവന്ന ഒരു പൊട്ടും, കണ്ണിൽ അല്പം കൺമഷി. അത്രമാത്രം ഒരുക്കമുള്ളുവെങ്കിലും ജാനകി മൊത്തത്തിൽ മാറിയതുപോലെയുണ്ട്. ഇപ്പോൾ കണ്ട അഭിയുടെ അമ്മയാണെന്ന് പറയില്ല. ജാനകിയും അഭിയും ഒരുമിച്ച് നിന്നാൽ ചേച്ചിയും അനിയത്തിയുമാണെന്നേ ആരും പറയൂ. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു ജാനകിക്ക്. പറയാൻ വിട്ടു, ദേ അവരെല്ലാം കാത്തു നിൽക്കുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് പാടത്തൂടെ പോകാൻ കഴിയില്ല. വഴുക്കലുണ്ടത്രേ. കാവ് കടന്നു വേണം പോകാൻ. താനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഓർത്തതും മീനാക്ഷി വേഗം പറഞ്ഞു. ഒരുപാടുണ്ടോ നടക്കാൻ? അനു വേഗം തന്നെ സംശയം ചോദിച്ചു. ഇവിടെ വന്നതിന് ശേഷം ദേവീക്ഷേത്രത്തിൽ പോയതല്ലാതെ വേറെ എവിടെയും അവരാരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാടും നാട്ടുവഴികളും അവർക്ക് പരിചിതവുമല്ല. പാടത്തൂടെ പോയാൽ കുറച്ച് നേരത്തെ എത്തും. കാവ് കടന്നു പോകുമ്പോൾ കുറച്ച് ചുറ്റലുണ്ട്, അത്ര തന്നെ. പറഞ്ഞതുപോലെ നിങ്ങൾ നാഗത്താൻ തറ കണ്ടിട്ടില്ലല്ലോ? ഇല്ല.
അന്ന് പോകാമെന്ന് പറഞ്ഞപ്പോഴല്ലേ? ഏതോ ഒരു ഓർമ്മയിൽ അഭി പറയാൻ തുടങ്ങിയതും അവൾ പകുതിക്ക് വെച്ച് നിർത്തി. അന്ന് അജുവേട്ടനും ചന്തുവേട്ടനും നാട് മുഴുവൻ ചുട്ടിക്കാണിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ആ സമയത്താണ് അച്ചുവേട്ടൻ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയതെന്ന് അഭി ഓർത്തു. സാരമില്ല, ഇന്ന് കാണാമല്ലോ. അഭി എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായത് മീനാക്ഷി സമാധാനപ്പെടുത്തി. മീനു ആയില്ലേ? മാധവൻ ഉറക്കെ ചോദിച്ചതും അനു വേഗം ജാനകിയുടെ മുഖം ഒന്ന് ഒപ്പിക്കൊടുത്തു. പോകാം, മീനാക്ഷി ചോദിച്ചതും ജാനകിയുടെ ഇരു കൈകളിലും അഭിയും അനുവും പിടുത്തമിട്ടു. വാ, അമ്മയെ നോക്കി അഭി വിളിച്ചതും അഭിയെ ചെറു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് മീനാക്ഷിയുടെയും ഭാമയുടെയും പിറകെ മൂവരും ഇറങ്ങി. എന്താ മോനെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ? അവരെന്ത് കരുതും? നമുക്കൊരുമിച്ച് ചെന്നൈക്ക് പോകാമെന്ന് പറഞ്ഞതല്ലേ? അമ്മ 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് ചെന്നൈയിൽ പോയാൽ മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെന്നൈക്ക് പോകാം. ഇല്ലെങ്കിൽ കുറച്ചു നാൾ അമ്മയും അനുവും ഇവിടെ നിൽക്ക്. എനിക്ക് ഇന്ന് എന്തായാലും പോകണം. ഇന്നലെ രാത്രി വരെ നീ US പോകേണ്ട കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ? സംശയത്തോടെ നന്ദിനി ഹർഷനെ നോക്കി. പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം. അമ്മയെ നോക്കാതെ കള്ളം പറയാൻ അവന് നല്ല വിഷമം തോന്നി. എന്നാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് കടന്നു പോകുവാൻ തനിക്കൊരു യാത്ര അത്യാവശ്യമാണെന്ന് അവന് തോന്നി. നീ എല്ലാം തീരുമാനിച്ചെങ്കിൽ പിന്നെ ഈ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സങ്കടത്തോടെ നന്ദിനി പറയുമ്പോൾ തൻ്റെ അമ്മയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഹർഷൻ. അത്യാവശ്യമായതുകൊണ്ടല്ലേ അമ്മേ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരില്ലേ? പോകാതിരിക്കാൻ കഴിയില്ല. തൻ്റെ അവസ്ഥ അമ്മയോട് പറയുമ്പോഴും അവൻ്റെ മനസ്സ് വെന്തു നീറുകയായിരുന്നു. ഇതൊരു ഒളിച്ചോട്ടം കൂടിയാണ് ഹർഷൻ്റേത്. മനസ്സ് പാകപ്പെടുത്താനുള്ള ഒളിച്ചോട്ടം. താൻ മുന്നിൽ താൻ ആഗ്രഹിക്കാത്തതൊന്നും കാണാതിരിക്കാനുള്ള ഒളിച്ചോട്ടം. പുതിയൊരു ഹർഷനായി വരാനുള്ള ഒളിച്ചോട്ടം. താലികെട്ട് കഴിഞ്ഞല്ലേ നീ പോകൂ? തൻ്റെ മകൻ്റെ മനസ്സ് എന്താണെന്നറിയുന്ന ആ അമ്മയ്ക്ക് മകൻ്റെ മുന്നിൽ അഭിനയിക്കാനേ കഴിഞ്ഞുള്ളൂ. താനും അവൻ്റെ മുന്നിൽ വേദനിച്ചാൽ അത് തൻ്റെ മകന് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ആ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത ഒരമ്മയായി നന്ദിനി അവൻ്റെ മുന്നിൽ അഭിനയിക്കുന്നു. ഞാൻ ആരോടും പറയാൻ നിൽക്കില്ല. ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം, ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞാൽ മതി. ദേ, സമയമായി എന്ന് തോന്നുന്നു. അമ്മ പൊയ്ക്കോളൂ, ഞാനിപ്പോൾ വരാം. നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഹർഷൻ പറയുമ്പോൾ നന്ദിനി അവനെ വേദനയോടെ നോക്കിയതേയുള്ളൂ. ഇനിയും തൻ്റെ മകൻ്റെ മുന്നിൽ കരയാതെ പിടിച്ചു നിൽക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ നിന്നും വേഗം പോയിരുന്നു നന്ദിനി. എടുത്തു വെച്ച ബാഗുകളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി. കസവും മുണ്ടും മെറൂൺ കളർ ഷർട്ടുമാണ് അവൻ്റെ വേഷം. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വേഷം അവൻ സ്വീകരിച്ചത്. എല്ലാവർക്കും മുന്നിൽ താനും സന്തോഷവാനായിരിക്കണം എന്നായിരുന്നു അമ്മയുടെ മനസ്സിലെന്ന് അവനറിയാം. അതുകൊണ്ട് കൂടിയാണ് അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി തനിക്ക് ചേരാത്ത ഈ വേഷം അവൻ എടുത്തണിഞ്ഞത്. മനസ്സ് വെന്തൊരുകുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പിയായി നിൽക്കുവാൻ വേണ്ടി മാത്രം. എല്ലാവരും ഹാളിലേക്ക് എത്തിയതും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി രാജേന്ദ്രനും ജാനകിയും അനുഗ്രഹം വാങ്ങി. കല്യാണ വേഷത്തിൽ ജാനകിയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് രാജേന്ദ്രൻ. ഇന്നലെ കണ്ടവളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ പഴയ ജാനകിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് രാജേന്ദ്രന് തോന്നിപ്പോകുന്നു. മുഹൂർത്തത്തിന് സമയമാകാറായി. വേഗം നടന്നാൽ മുഹൂർത്തത്തിന് മുൻപേ നാഗത്താൻ തറയിലെത്താം. മാധവൻ വിളിച്ചു പറഞ്ഞതും പിന്നെ ഒട്ടും നേരം കളഞ്ഞില്ല. എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അമ്മയ്ക്കൊപ്പം തന്നെ അഭിയും അനുവും ഉണ്ട്. നന്ദിനിയും മീനാക്ഷിയും ഭാമയും ഒരുമിച്ച് നടക്കുന്നു. രാജേന്ദ്രൻ്റെ ഒപ്പം കേശവനും മാധവനും. അർജുനും ചന്തുവും തോളോട് തോൾ ചേർന്ന് നടക്കുന്നു. എല്ലാവർക്കും പിറകിലായി ഹർഷൻ മാത്രം. അല്ലെങ്കിലും എല്ലാവർക്കും ഇടയിൽ താൻ അന്യനാണെന്ന് അവന് തോന്നുന്നു. സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവനെ തോന്നിപ്പിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു പറഞ്ഞു നടക്കുമ്പോൾ അസ്വസ്ഥമായ ഒരു മനസ്സോടെ ഹർഷൻ അവർക്ക് പിറകെ നടന്നു. ഇടയ്ക്ക് അർജുൻ്റെയും ചന്തുവിൻ്റെയും കണ്ണുകൾ പിറകിലായി വരുന്ന ഹർഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും പൊതുവെ അവൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് രണ്ടാളും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. ഒപ്പം വിളിച്ചാലും ഹർഷൻ വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അർജുൻ അതിന് മുതിർന്നതുമില്ല. ഹർഷനെ പോലെ തന്നെ ചന്തുവും അർജുനും കസവും മുണ്ടിലും ഷർട്ടിലുമാണ്. പച്ച കളർ ഷർട്ടും കസവും മുണ്ടുമാണ് ചന്തുവിൻ്റെ വേഷം. നീല ഷർട്ടും കസവും മുണ്ടുമാണ് അർജുൻ്റെ. അർജുൻ്റെ ഷർട്ടിലെ കളർ അനുസരിച്ചാണ് അനു ധാവണി ഉടുത്തത്. വെള്ള പട്ടുപാവാടയിൽ നീല കളർ ധാവണി. അതുപോലെ തന്നെ അഭിയുടെ ധാവണിയുടെ കളർ പച്ചയും. മുന്നിൽ പോകുന്നവരെ ഹർഷൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഡ്രസ്സിൽ പോലും സാമ്യതയുള്ളവരെ അവൻ കാണുന്നുണ്ടായിരുന്നു. സ്വയം ഓരോന്ന് മെനഞ്ഞെടുക്കുന്നവന് കാണുന്നതൊക്കെ മറ്റൊരു തരത്തിലല്ലേ കാണൂ. അതുതന്നെയാണ് ഹർഷനിലും സംഭവിക്കുന്നത്. അഭിയുടെയും ചന്തുവിൻ്റെയും ഡ്രസ്സിൻ്റെ കളർ പോലും അവൻ മറ്റു പല അർത്ഥങ്ങളും കാണുന്നു. ആദ്യമായിട്ടായിരുന്നു ഹർഷൻ മുണ്ടിലും ഷർട്ടിലും അഭി കാണുന്നത്. അവനറിയാതെ അവനെ ഒളി കണ്ടിട്ട് പെണ്ണ് ഒരുപാട് തവണ നോക്കി. ആ വേഷത്തിൽ അവനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അഭിക്ക്. അതേസമയം തന്നെ ഒരു നോക്കുപോലും തന്നെ നോക്കാതെ
നടന്നു വരുന്നവനെ കാണുമ്പോൾ അവൾക്ക് വേദനയും തോന്നുന്നു. കാവും കടന്ന് നാഗത്താൻ തറയുടെ മുന്നിലേക്ക് എല്ലാവരും എത്തി. എല്ലാവരും നാഗത്താന്മാരെ തൊഴുതു. പിന്നെ ഒട്ടും വൈകിച്ചില്ല. മുഹൂർത്തത്തിന് സമയമായതുകൊണ്ട് തന്നെ ദേവന്മാരെ വണങ്ങിക്കൊണ്ട് പൂജിച്ച താലി നിറഞ്ഞ മനസ്സാലെ രാജേന്ദ്രൻ ജാനകിയുടെ കഴുത്തിലേക്ക് ചാർത്തിക്കൊടുത്തു. കണ്ണുനീരോടെ ജാനകി ആ താലി ഏറ്റുവാങ്ങി. അമ്മയുടെ തൊട്ടരികിൽ ജാനകിയെപ്പോലെ സന്തോഷ കണ്ണുനീരോടെ അഭിയും ഉണ്ടായിരുന്നു. ജാനകിയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ ജാനകിയുടെ തൊട്ടരികിലുള്ള തൻ്റെ മകളെയും നിറഞ്ഞ മനസ്സാലെ നോക്കിയിരുന്നു രാജേന്ദ്രൻ. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ മുഹൂർത്തമാണ് ഇപ്പോൾ കൺമുന്നിൽ നടക്കുന്നത്. തൻ്റെ ഏട്ടന് പുതിയൊരു ജീവിതം കിട്ടിയതിലുള്ള സന്തോഷം ആനന്ദ കണ്ണീരായി മീനാക്ഷിയിൽ നിന്നും പെയ്തൊഴുകുന്നുണ്ട്. ചടങ്ങെല്ലാം കഴിഞ്ഞതും എല്ലാവരും നാഗത്താൻ തറ വലം വെച്ചു ചടങ്ങ് പൂർത്തിയാക്കി. അല്പസമയം എല്ലാവരും അവിടെ ചുറ്റിക്കറങ്ങി. ചെറിയൊരു പൂജ കൂടി ആ സമയമുള്ളത് കൊണ്ട് തന്നെ മുതിർന്നവരെല്ലാം നാഗത്താൻ തറയിൽ തന്നെ ഇരുന്നു. കുട്ടികളെല്ലാം ആ ചുറ്റുപാട് കാണാനും ഇറങ്ങി. ആ, നീ എത്തിയോ? ധാവണിയും പൊക്കിപ്പിടിച്ച് ഓടി വരുന്നവളെ കണ്ടതും അർജുൻ പൂജയുടെ അടുത്തേക്ക് വേഗം വന്നു. ലേറ്റായിപ്പോയി ഏട്ടാ, താലികെട്ട് കഴിഞ്ഞോ? കിതപ്പടക്കിക്കൊണ്ട് അർജുനോട് ചോദിക്കുന്നതിനോടൊപ്പം പൂജ ചുറ്റും എല്ലാവരെയും തിരഞ്ഞു. നാഗത്താൻ തറയിൽ മുതിർന്നവർ മാത്രമേ ഇരിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇടയിലിരിക്കുന്ന ജാനകിയെ പൂജ നോക്കുകയും ചെയ്തു. രാത്രി തന്നെ മീനാക്ഷി വിളിച്ച് പൂജയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അപ്പോൾ തന്നെ അവൾ ട്രെയിനിൽ കയറുകയായിരുന്നു. 1-2 സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അവൾ ചെന്നൈയിലേക്ക് പോയതായിരുന്നു. താലികെട്ട് സമയമാകുമ്പോഴേക്കും എത്താമെന്ന് കരുതി ഓടി വരികയായിരുന്നു പെണ്ണ്. കഴിഞ്ഞു. ദാ ഇപ്പോൾ പൂജയാണ് നടക്കുന്നത്. നാഗത്താൻ തറയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അർജുൻ പറഞ്ഞതും പൂജയ്ക്കും നിരാശ തോന്നി. രാജമാമയുടെ കല്യാണം കാണണമെന്ന് അവൾ അത്രയും ആഗ്രഹിച്ചതാണ്. അല്ല, എവിടെ എൻ്റെ കസിൻ? നിരാശ മറച്ചു വെച്ചുകൊണ്ട് അവൾ അഭിയെ തിരഞ്ഞു. ഒറ്റ രാത്രി കൊണ്ടല്ലേ അഭി തൻ്റെ ബന്ധുവായത്? കേട്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പൂജയ്ക്ക്. ദേ, ചന്തുവിൻ്റെ കൂടെ എല്ലാവരും ആ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. അർജുൻ വിളിച്ചതും പൂജയും അവൻ്റെ ഒപ്പം തൊടിയിലേക്ക് പോയി. തൊടിയിലിറങ്ങിയപ്പോൾ കണ്ടു ചന്തുവിൻ്റെ കൂടെ നിൽക്കുന്ന അനുവിനെയും അഭിയെയും പൂജ. എപ്പോഴും പാൻറ്റിലും ടീഷർട്ടിലും കാണുന്ന ചന്തുവിനെ ഇന്ന് മുണ്ടിലും ഷർട്ടിലും കണ്ടതും പൂജയുടെ കണ്ണുകൾ ഒന്ന് വിടരാതിരുന്നില്ല. അവനെ നോക്കിക്കൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് അർജുനൊപ്പം വന്നു. ലേറ്റായി പോയല്ലോ മോളെ. പൂജയെ കണ്ടതും അനു വേഗം പൂജയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ട്രെയിൻ ലേറ്റായിപ്പോയി, അതാ ഞാനും ലേറ്റായത്. അനുവിന് മറുപടി കൊടുക്കുന്നതിനോടൊപ്പം അവൾ ചന്തുവിനെ ഇടംകണ്ണാലെ നോക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ഒളിങ്കണ്ടിട്ട് നോക്കുന്ന പൂജയെ ചന്തു കാണാതെയും ഇരുന്നില്ല. അവൾക്കു വേണ്ടി അവൻ്റെ ചുണ്ടിൽ നല്ല പുഞ്ചിരി വിരിഞ്ഞു. ഹോയ് കസിൻ. പൂജ അഭിയുടെ അടുത്തേക്ക് വന്നു അവളെ പൂണ്ടടക്കം പുണർന്നു. പിശാചേ, വേദനിക്കുന്നു, വിട്. പൂജയുടെ സ്നേഹപ്രകടനം എങ്ങനെയുള്ളതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അഭി വേഗം അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. എന്നാലും ഒറ്റ രാത്രി കൊണ്ടല്ലേ നീ എൻ്റെ കസിനായത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തായാലും ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടു പോകില്ലല്ലോ, പൂജ ആവേശത്തോടെ പറഞ്ഞതും പൂജ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി. അല്ല, ഏട്ടൻ എന്തായാലും അനുവിനെ വിവാഹം കഴിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. എല്ലാവരുടെയും നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും പൂജ പറഞ്ഞു. അപ്പോൾ നിന്നെ ആരെങ്കിലും കെട്ടിപ്പോകൂലേ? അപ്പോൾ തന്നെ അർജുൻ്റെ ഭാഗത്തു നിന്നും പൂജയ്ക്ക് നേരെ ചോദ്യം വന്നു. അത് ശരിയാണ്. നോക്കാം, ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. അടുത്തുനിന്ന് തന്നെയാൽ അതല്ലേ നല്ലത്. പറയുമ്പോൾ ഇടംകണ്ണാലെ ചന്തുവിനെ പൂജ നോക്കുകയും ചെയ്തു. എന്നാൽ ശരി മക്കളെ, ഞാനും എൻ്റെ ഭാവി വധുവും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാം. നിങ്ങൾ ഇവിടെ ചുറ്റിക്കറങ്ങി വാ. പറയുന്നതിനോടൊപ്പം അനുവിൻ്റെ കൈയും പിടിച്ച് അർജുൻ തൊടിയുടെ ഉൾഭാഗത്തേക്ക് നടന്നിരുന്നു. പൂജയും ചന്തുവും അഭിയും തൊടിയുടെ അടുത്തുള്ള ചെറിയൊരു കൂരയുടെ മുന്നിലായി വന്നിരുന്നു. കൂരയുടെ മുകളിലായുള്ള സ്റ്റെപ്പിലായിരുന്നു പൂജ ഇരുന്നത്. താഴത്തെ സ്റ്റെപ്പിൽ ചന്തുവും അഭിയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞും ചിരിച്ചും മൂവരും ഇരിക്കെയാണ് ഹർഷൻ തൊടിയിലേക്ക് ഇറങ്ങിയത്. കുറേ നാളുകൾക്ക് ശേഷം അവൻ വരുന്നത് കൊണ്ട് തന്നെ ആ ചുറ്റുപാടുകളൊക്കെ കാണാൻ അവന് ആഗ്രഹം തോന്നി. പച്ചപ്പും ഹരിതാഭയും ആസ്വദിച്ച് കുറച്ചു മുന്നോട്ട് വന്നതും അവൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ കൂട്ടുന്നത് പോലെയുള്ള ഒരു കാഴ്ചയായിരുന്നു ഹർഷൻ്റെ കണ്ണുകളിൽ കണ്ടത്. അഭിയുടെ മുടിയിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുന്ന ചന്തു. പൂജ മുകളിലായി ഇരിക്കുന്നതൊന്നും ഹർഷന് കാണാൻ കഴിയില്ല. അവൻ്റെ കണ്ണുകളിൽ കാണുന്നത് അഭിയെയും ചന്തുവിനെയും മാത്രമായിരുന്നു.